ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ അഭിഭാഷക നിയമനം നടത്തി. കോൺഗ്രസിലുള്ള ആരെയും പരിഗണിച്ചില്ല. അർഹതയുള്ള പലർക്കും അവസരം നൽകിയില്ല. അന്തിമ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് വിമർശനമുയരുന്നത്. ചില തൽപര കക്ഷികളുടെ ഇടപെടലിലുണ്ടായതാണ് നിലവിലെ നിയമനമെന്നാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ വിമർശനം. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷക നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ്. പ്രത്യേകിച്ചും നാളെ ഇതിന്റെ അവസാന ലിസ്റ്റ് പുറത്തു വരാനിരിക്കെ ഇതിനകം 2 ലിസ്റ്റുകൾ വന്നു. പരിഷ്കരിച്ച രണ്ടാമത്തെ ലിസ്റ്റും വന്നു. അതിലും പരാതിയാണ്. പക്ഷേ ഫൈനൽ ലിസ്റ്റ് നാളെ പുറത്തിറങ്ങാൻ ഇരിക്കെയാണ് ഈ വലിയ ഡിസ്കഷൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നത്. അർഹതയുള്ള പല ആളുകളെയും പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ പലരെയും പരിഗണിച്ചിട്ടില്ല. അതേസമയം ഈ 2 ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോഴും അതിൽ ഈ അപാകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ദേവസ്വം അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ ലിസ്റ്റിൽ തന്നെ വലിയ അപാകതയുണ്ട് എന്നുള്ള വിമർശനവുമായ ലോയേഴ്സ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. പരിഹരിക്കണം. കാരണം മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പ് നിയമം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം നിയമനങ്ങൾ മറ്റു മന്ത്രിമാരോട് പോലും ചോദിക്കാതെയാണ് നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതുമാത്രമല്ല മറ്റു മന്ത്രിമാരുടെ സെക്ഷനിലേക്ക് വേണ്ട അഭിഭാഷകരെയൊക്കെ മുഖ്യമന്ത്രി നിയമിക്കുന്നു. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയ്ക്ക് പുറത്തുള്ള അജണ്ടയായിട്ടാണ് ഇത് ചർച്ച ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇത്തരത്തിലൊരു ഡിസ്കഷൻ മറ്റാളുകളുമായി ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പല ആളുകളും ഈ ലിസ്റ്റിൽ കയറിക്കൂടിയിട്ടുള്ളത്. അർഹത ഉള്ള പല ആളുകൾക്കും, അതായത് സ്ത്രീ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും അതിനുള്ള സാഹചര്യമോ അതല്ലെങ്കിൽ അതിനുള്ള പരിഗണനയോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.